ഹായ് എവരിവൺ, വെൽക്കം ടു വീൽ ആൻഡ് ഐസ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെനിൻസുലർ റിവേഴ്സിൻ്റെ പാർട്ട് 4 ആണ്. പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാവേരിനെ കുറിച്ചാണ്. ഓക്കെ, സോ നമുക്കറിയാം റിവേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയൻ റിവേഴ്സും പെനിൻസുലർ റിവേഴ്സും ഉണ്ട്. സോ നമ്മൾ ഇതിനു മുമ്പേ പഠിച്ച പെനിൻസുലർ റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നർമ്മദ പഠിച്ചിട്ടുണ്ടായിരുന്നു, താപ്തി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗോദാവരി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നെക്സ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നതാണ് കാവേരി. ഓക്കെ, സോ കാവേരിനെ കുറിച്ച് പറയുന്ന ടൈമിൽ കാവേരി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയും നമ്മുടെ യൂട്ടിയിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി ഒറിജിൻ ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെ, കർണാടകയിൽ നിന്ന് ഒറിജിൻ ചെയ്ത് നമ്മുടെ കേരളത്തിൽ കൂടെ കുറച്ചൊരു ഭാഗത്തൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ, ദെൻ കേരളത്തിൽ കൂടെ കയറി പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരി കയറി പുതുച്ചേരിയിൽ നിന്നും ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുകയാണ് കാവേരി ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഒഴുകുന്ന ആ ഒരു ഡ്രെയിനേജ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് കർണാടകയിൽ കൂടെ വന്നു നമ്മുടെ കേരളത്തിൽ കുറച്ച് ഭാഗങ്ങളിലൂടെ കയറി ഏകദേശം 2000 ചതുരശ്ര അടിയാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. അങ്ങനെ കേരളത്തിൽ കൂടെ വന്നു, പിന്നീട് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്ത് അവിടുന്ന് പുതുച്ചേരിയിലേക്ക് കയറി പുതുച്ചേരിയിൽ നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുകയാണ് കാവേരി ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മുടെ കാവേരിയുടെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാവേരിയുടെ ലെങ്ത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏകദേശം 765 കിലോമീറ്ററാണ് കാവേരിയുടെ ലെങ്ത് എന്നുള്ളത് പഠിച്ചിരിക്കുക. ബിക്കോസ് PSC ആയിക്കോട്ടെ UPSC ആയിക്കോട്ടെ ഏതൊരു എക്സാം ആയിക്കോട്ടെ നദികളും അവയുടെ ലെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നീട് നമ്മൾ കാവേരിയുടെ ഒറിജിൻ അല്ലെ സോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് പല രീതിയിൽ അതിന് ഉത്തരങ്ങളായിട്ട് വരാം. ഓക്കെ, കർണാടകയിലാണെന്ന് ഓർത്തിരിക്കാം. എക്സാക്റ്റ് ഒറിജിൻ പറയുന്ന സമയത്ത് തലക്കാവേരി എന്ന് ഓർത്തിരിക്കാം. തലക്കാവേരിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബ്രഹ്മഗിരി ഹിൽസിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്നത് കർണാടകയിലെ കൂർഗ് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ കാവേരിയുടെ ഒറിജിൻ എന്ന് പറയുന്ന സമയത്തേക്ക് കർണാടകയിലെ കൂർഗ് ഡിസ്ട്രിക്റ്റ് അല്ലെ കൂർഗ് ജില്ലയിലുള്ള ബ്രഹ്മഗിരി ഹിൽസിലെ തലക്കാവേരിയിൽ നിന്നുമാണ് നമ്മുടെ കാവേരി റിവർ ഒറിജിൻ ചെയ്യുന്നതെന്നുള്ളത് പഠിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് കാവേരിനെ കുറിച്ച് പറയുന്ന ടൈമിൽ കാവേരിയിൽ നമുക്ക് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും പഠിക്കണം, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും പഠിക്കണം. കാവേരിയുടെ പോഷക നദികളെക്കുറിച്ച് പറയുന്ന സമയത്തേക്ക് കാവേരി നമ്മൾ ഒറിജിൻ ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്ക് ഈ ഒറിജിൻ ചെയ്യുന്ന കാവേരിയുടെ നമുക്ക് കാവേരിയിലൊരു ഡാം പണിതിട്ടുണ്ട്. ആ ഡാമിൻ്റെ പേരാണ് കൃഷ്ണരാജസാഗർ ഡാം എന്ന് പറയുന്നത്. സോ കൃഷ്ണരാജസാഗർ ഡാം ഏത് നദിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർക്കുക, അത് നമ്മുടെ കാവേരിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. സോ കൃഷ്ണരാജസാഗർ ഡാമിന് മുന്നേ ആയിട്ട് നമ്മുടെ കാവേരി 2 പോഷക നദികളായിട്ട് വരുന്നുണ്ട്. അതിന് ഒന്നാമത്തെയാണ് ഹേമാവതിയും രണ്ടാമത്തെയാണ് യഗാച്ചിയും. ഓക്കെ, സോ ഹേമാവതിയും വരുന്നു, യഗാച്ചിയും വരുന്നു. മൂന്നാമതായിട്ട് മറ്റൊരു റിവർ വരുന്നുണ്ട്, അതിൻ്റെ പേരാണ് ലക്ഷ്മൺ തീർത്ഥ എന്ന് പറയുന്നത്. സോ നമ്മുടെ കൃഷ്ണരാജസാഗർ ഡാമിലേക്ക് എത്തിപ്പെടുന്ന 3 കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമാവതി ഉണ്ട്, യഗാച്ചി ഉണ്ട്, ലക്ഷ്മൺ തീർത്ഥമുണ്ട്. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കുക. ഇതൊക്കെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഈ താഴത്തേക്കുള്ളത് ഇതൊക്കെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ കാവേരി മുന്നോട്ട് ഒഴുകി പോകുന്നു. മൈസൂർ പട്ടണത്തിനോട് ചേർന്ന് കാവേരി ഒഴുകുന്നു. അവിടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചെല്ലുമ്പോഴത്തേക്കും കാവേരിയിൽ മറ്റൊരു പോഷക നദി വന്നിച്ചേരുന്നു. അതാണ് നമ്മുടെ കബനി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈസൂർ പട്ടണവും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കബനി വന്നിട്ട് കാവേരിയുമായിട്ട് ചേരുന്നത്. പിന്നീട് കുറച്ചും കൂടി പോകുന്ന സമയത്ത് നമ്മുടെ ഈ വലത്തെ വശത്ത് തന്നെ മറ്റൊരു നദിയും വന്ന് അല്ലെങ്കിൽ പോഷക നദിയും വന്ന് നമ്മുടെ കാവേരിയോട് ചേരുന്നുണ്ട്. അതിൻ്റെ പേരാണ് സുവർണവതി എന്ന് പറയുന്നത്. ഓക്കെ, കബനി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോരുമ്പോഴാണ് സുവർണവതി വന്നിട്ട് നമ്മുടെ കാവേരിയോട് ചേരുന്നത്. കുറച്ചുകൂടി ചെല്ലുന്ന സമയത്താണ് കാവേരിയിലെ വെള്ളച്ചാട്ടമായിട്ടുള്ള കാവേരി ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ സുവർണവതി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കാവേരിയിൽ എന്തുണ്ട്? കാവേരി വാട്ടർഫോൾസ് ഉണ്ട്. ഓക്കെ, പിന്നീട് കുറച്ചും കൂടെ പോകുന്ന സമയത്ത് കാവേരിയുടെ ലെഫ്റ്റിൽ നിന്ന് മറ്റൊരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഷിംഷ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഷിംഷ വരുന്നു. ഷിംഷ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അർക്കാവതി വരുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് ട്രിബ്യൂട്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതൊക്കെ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞത് അത്രയും ട്രിബ്യൂട്ടറീസ് എങ്കിലും പഠിച്ചിരിക്കും. ഓക്കെ, നമ്മൾ പിന്നെ കുറച്ചുകൂടെ പോകുന്ന സമയത്തേക്ക് അർക്കാവതി വരുന്നു. അർക്കാവതിയും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ചൗരായി വരുന്നു. ചൗരായി എന്ന് പറയുന്നത് കാവേരിയുടെ മറ്റൊരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, അങ്ങനെ ഈ ചൗരായും കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഈ ചൗരായി വന്ന് ചേരുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കാവേരിയിലേക്ക് ചൗരായി എന്ന് പറയുന്ന ട്രിബ്യൂട്ടറി വന്ന് ചേരുന്ന സ്ഥലമുണ്ട്. സോ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ തമിഴ്നാടും കർണാടകയും ഏകദേശം ബോർഡർ വരുന്നത്. ഈ തമിഴ്നാട് കർണാടക ബോർഡർ വരുന്ന സ്ഥലത്ത് ഒരു റിസർവയർ ഉണ്ട്. ഈ റിസർവയറിൻ്റെ പേരാണ് സ്റ്റാൻലി റിസർവയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻലി റിസർവയർ ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
കാവേരിയിലാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ സ്റ്റാൻലി റിസർവയർ ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരിയിലാണെന്ന് ഓർത്ത് വെക്കുക. കൃഷ്ണരാജസാഗർ ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരിയിലാണെന്ന് ഓർത്ത് വെക്കുക. പിന്നീട് നമ്മളോട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കാവേരിയുടെ വലതേ വശത്ത് നിന്നും, അതായത് റൈറ്റ് ബാങ്കിൽ നിന്നും മറ്റൊരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് നോയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോയൽ പഠിച്ചിരിക്കുക. പിന്നീട് കുറച്ചും കൂടെ പോകുന്ന സമയത്ത് ഇതേ വലത്തെ വശത്ത് നിന്ന് തന്നെ മറ്റൊരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് അമരാവതി എന്ന് പറയുന്നത്. സോ അമരാവതി എന്ന് പറയുന്ന പല നദികളുണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അമരാവതി എന്ന് പറയുന്നത് കാവേരിയുടെ മാത്രമല്ല, ഇതേ പേരുള്ള മറ്റ് പോഷക നദികളും ഉണ്ട്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. പിന്നീട് കുറച്ചും കൂടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ കാവേരിയുടെ ലെഫ്റ്റ് ബാങ്കിൽ നിന്നും വേറൊരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് തുരുനാണിമുട്ടൽ. ഓക്കെ, തുരുനാണിമുട്ടൽ എന്ന് പറയുന്ന മറ്റൊരു ട്രിബ്യൂട്ടറി അതിൻ്റെ വലത്തെ വശത്ത് ലെഫ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്നു. പിന്നീട് കുറച്ചും കൂടി ചെല്ലുന്ന സമയത്തേക്ക് കൊള്ളി ഡാം വരുന്നു. കൊള്ളി ഡാം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് പുതുച്ചേരിയിൽ വെച്ച് നമ്മുടെ തമിഴ്നാട്ടിലെ ബേ ഓഫ് ബംഗാളിലേക്ക് നമ്മുടെ കാവേരി പതിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാവേരിനെ കുറിച്ച് പഠിച്ചറിയാനുള്ളത്. സോ എന്തൊക്കെ കാവേരിനെ കുറിച്ച് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പഠിക്കണം. നമ്മുടെ കേരള, കർണാടക, തമിഴ്നാടു, പുതുച്ചേരി എന്നുള്ളത്. ലെങ്ത്ത് പഠിക്കണം, 765 കിലോമീറ്റർ ആണെന്നുള്ളത്. ഒറിജിൻ പഠിക്കണം, തലക്കേവേരി, ബ്രഹ്മഗിരി ഹിൽസ്, കൂർഗ് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക എന്ന് പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് പറയുന്ന സമയത്തേക്ക് ഹേമവതി പഠിക്കണം, ലക്ഷ്മൺ തീർത്ഥ പഠിക്കണം. ബാക്കിയൊന്നും പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് കൃഷ്ണരാജസാഗർ ഡാം ഇമ്പോർട്ടൻ്റ് ആണ്. കബനി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഇതിൻ്റെ താഴെ വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അർക്കാവതി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻലി റിസർവയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനിവിടെ താഴത്തായിട്ട് അമരാവതി ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാവേരിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, സോ അമരാവതിയെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ കാവേരിനെ കുറിച്ചുള്ളത് നമ്മൾ കഴിഞ്ഞ് തീർത്തു. സോ എന്തെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു, നമുക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ആയതുകൊണ്ടാണ്. ഓക്കെ, ബാക്കിയൊക്കെ താമസിച്ച് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കറക്ഷൻസ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്ന ടൈമിൽ വരുത്തുന്നതായിരിക്കും കേട്ടോ. സോ ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.